ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ അത്ര വലിയ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഒരു ചെറിയ കുക്കിംഗ് ആണ്. അതായത് നമ്മുടെ പാവയ്ക്കയില്ലേ, പാവയ്ക്ക കൊണ്ടിട്ടുള്ള ഒരു തീയലാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടി ഒരിടത്തരം പാവയ്ക്ക ഞാൻ ഈ ക്യൂബ്സ് കണക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി, അതായത് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി, നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാമേ. അപ്പം ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്കിപ്പോൾ കടുക് ചേർക്കുന്നില്ല, കാരണം നമ്മൾ തീയൽ റെഡിയായി കഴിയുമ്പോൾ താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കടുക് ഇടുന്നില്ല. അതിന് പകരം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പാവയ്ക്ക ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമായിരിക്കും. കാരണം ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് പാവയ്ക്ക തീയൽ, പാവയ്ക്ക കൊണ്ടുള്ള മറ്റ് വിഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാമേ. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വേവിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ നിന്ന് വേവട്ടെ. നമുക്ക് അപ്പോഴത്തേക്കിന് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാമേ. ഞാനിവിടെ നമ്മുടെ തീയലിന് വേണ്ട കൂട്ട് ഇവിടെ മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ 2 ദിവസം മുമ്പ് തീയലിന് വറുത്ത കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് നമ്മൾ തേങ്ങ വറുത്തിട്ടില്ല. അത് ഇപ്പോൾ ഈ തീയലിന് അത് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഞാനിതുപോലെ നല്ല മഷി രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി നമ്മുടെ പാവയ്ക്കയിലോട്ട് ചേർക്കാം. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാമേ. അരപ്പ് ചേർക്കുകയാണ്.
ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഇവിടെ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതിനകത്ത് അരപ്പ് ചേർത്തിട്ട് ഒരു കുറച്ച് വെള്ളം, നമ്മൾ ഓൾറെഡി പാവയ്ക്ക ആവിയിൽ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ ഒരു ശകലം പിഴുപുളിയുടെ നീര് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഒരു തക്കാളി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീയൽ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കണം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽക്കൂട്ടിലേക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കാമേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.